അനുരാഗവിലോചനായി അതിലേറെ മോഹിതരായി. പഹൽഗാമിലെ ഭീകരവാദത്തിന്റെ തീയുണ്ടകൾ മാറുതുളച്ച ഭാരതീയർക്ക് പ്രണാമം. കുമ്പിൽ കീലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി ലാടം വെച്ച കുഞ്ഞിക്കോളം പഠിച്ചോടിക്കു കളി പഠിക്കാതെ. കുമ്പിൽ കീലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഏലിയ സാറ്. പരിപ്പോ തിരിപ്പോ കോതല മംഗള പരിപ്പോ പന്തണ്ടാനയും കുതിരയും. നമ്മുടെ ജീവിതത്തിൻ്റെ പൂക്കാലങ്ങൾ, നമ്മൾ ആടിപ്പാടി നടന്ന പൂക്കാലങ്ങൾ. പഹൽഗാമിലെ ഭീകരവാദത്തിന്റെ തീയുണ്ടകൾ മാറുതുളച്ച ഭാരതീയർക്ക് പ്രണാമം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതരായി. പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കും. അനുരാഗവിലോചനായി അതിലേറെ മോഹിതരായി. പടിമേലെ
ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഏലിയ സാറ്. അദ്ദേഹത്തിന് ഈ സംഘാടക സമിതിയുടെ പേരിലും ഈ ആഘോഷ പരിപാടികളുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാന്യനും ആദരണീയനുമായ സ്കറിയ ചേട്ടന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. CPM-ൻ്റെ അടിമാലി ഏരിയ സെക്രട്ടറി ശ്രീ ചാണ്ടി പി അലക്സാണ്ടർ, അദ്ദേഹം ഈ സമ്മേളനത്തിൽ ആശംസകൾ അറിയിക്കുവാൻ വേണ്ടി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ സ്കൂളിലെ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ KS സിയാദ്, അദ്ദേഹത്തിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. CMB-യുടെ ജില്ലാ സെക്രട്ടറി ശ്രീ KA കുര്യൻ ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ PM ബേബി ആദ്യകാല പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായി രംഗത്തുണ്ടായിരുന്നയാളാണ്. ശ്രീ ബേബി ചേട്ടന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ സംഘാടക സമിതിയുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളുമാണ് ശ്രീ ഹാപ്പി കെ വർഗീസ്. ശ്രീ ഹാപ്പി കെ വർഗീസിന് ഈ സമ്മേളനത്തിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയും ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി സേതുക്കുട്ടി ടീച്ചർ ഈ ആഘോഷ പരിപാടികൾ ആരംഭിച്ച അന്നു മുതൽ, ഇതിൻ്റെ ആലോചനകൾ തുടങ്ങിയ കാലഘട്ടം മുതൽ വളരെയധികം സഹകരണങ്ങൾ നൽകിക്കൊണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീമതി സേതുക്കുട്ടി ടീച്ചറിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമ്മേളനത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നീട് ഈ പരിപാടി ഇതേപോലെ മനോഹരമായിട്ട് ഇവിടെ നടത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിച്ച നിരവധിയായിട്ടുള്ള ആളുകളുടെ പ്രയത്നഫലമാണ് ഇന്ന് നമുക്ക് ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ ഓർമ്മച്ചപ്പ് 2025 എന്ന പരിപാടിയുടെ സമാപന ഘട്ടത്തിലേക്ക് കടക്കുവാനെത്തിച്ച സാഹചര്യം. അതിനുവേണ്ടി പണിയെടുത്ത ഒരുപാട് ആളുകളുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു പേരാണ് ശ്രീ KP അസീസ്. അദ്ദേഹം ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അതേപോലെ തന്നെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെക്കാളൊക്കെ ഉപരി എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ വളരെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കാര്യം പോലെ കണ്ടുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഇതേ രീതിയിൽ ഈ പരിപാടികൾ ഇപ്പോൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ശ്രീ KP അസീസുക്കാക്ക് ഈ സമ്മേളനത്തിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇതിൻ്റെ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിച്ച ശ്രീ മാത്യു ഫിലിപ്പ്, ശ്രീ PD പോൾ, അയ്യൂബ് ഖാൻ, ശ്രീ KM ജബ്ബാർ, ശ്രീ TK സുദേശ് കുമാർ, ശ്രീ CS രജികുമാർ, ശ്രീ PK ബിജുമോൻ, അനസ് കോയാൻ, കൺവീനർമാരായി പ്രവർത്തിച്ച ശ്രീ KP വിനോദ്, ഫൈസൽ ഇക്കരക്കുടി, ഷിബു തെറ്റയിൽ, ശ്രീ KS ബൊയ്തു, ശ്രീ PT സുനിൽ, ശ്രീ VMK അസി, ശ്രീ ജോസ് MV, MI ജബ്ബാർ, ജലീൽ കുഞ്ഞു മുഹമ്മദ്, ഇവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ ശ്രീ N ബ്രിനേഷ് തുടങ്ങി നിരവധിയായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഴ്ചകൾ നീണ്ട കഠിന പ്രയത്നമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഈ പരിപാടിയുടെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി സഹായിച്ച ഇതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഈ പരിപാടി മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച, സഹകരിച്ച, സഹായിച്ച, സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, അങ്ങനെ ഈ പരിപാടിയുമായി ഏതൊക്കെ തരത്തിൽ ബന്ധപ്പെട്ട ആളുകളുണ്ടോ അവർക്കൊക്കെ ഈ സമ്മേളനത്തിൻ്റെ പേരിൽ, ഈ വ്യക്തിപരമായ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. കൊമ്പിൽ കീലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി ലാടം വെച്ച കുഞ്ഞിക്കോളം പേടിച്ചോടിക്കു കളി വടിക്കാതെ. കൊമ്പിൽ കീലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി ലാടം വെച്ച കുഞ്ഞിക്കോളം പേടിച്ചോടിക്കു കളി വടിക്കാതെ. കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂവും പെണ്ണൊരുത്തി
കഞ്ഞി മൊന്തി അക്കരെ കാച്ചി പനനിയാക്കി ഇന്നും കരുപ്പട്ടി ഉണ്ടാക്കി. ചുട്ടരച്ച ചമ്മന്തി കുട്ടി കനത്തെ കഞ്ഞി മൊന്തി അക്കരെ കാച്ചി പനനിയാക്കി ഇന്നും കരുപ്പട്ടി ഉണ്ടാക്കി. തന്നയച്ചു പൂങ്കുഴലി തങ്കമണി തേങ്കുഴലി, തന്നയച്ചു പൂങ്കുഴലി തങ്കമണി തേങ്കുഴലി. കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂവും പെണ്ണൊരുത്തി ദൂരയൊരു കൂരയിൽ എന്നെയും തേടിത്തളം തന്നിരിപ്പാണേ. ചിപ്പം കെട്ടി ചക്കര കെട്ടി ചക്കട വണ്ടിയൊട്ടി ചന്തയിലെത്തി ചില്ലുവനം പേശി പൊന്നും വിലയ്ക്കു വസൂലാക്കി. ചിപ്പം കെട്ടി ചക്കര കെട്ടി ചക്കട വണ്ടിയൊട്ടി ചന്തയിലെത്തി ചില്ലുവനം പേശി പൊന്നും വിലയ്ക്കു വസൂലാക്കി. കൺമണിക്കു ചേല വാങ്ങി കൺമഷിയും ചാന്തും വാങ്ങി, കൺമണിക്കു ചേല വാങ്ങി കൺമഷിയും ചാന്തും വാങ്ങി. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി ലാളം വെച്ച കുഞ്ഞിക്കൂളം പഠിച്ചോടിക്കുകയാണ് മടിക്കാതെ. കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂവും പെണ്ണൊരുത്തി ദൂരയൊരു കൂരയിൽ എന്നെയും തേടിത്തളം തന്നിരിപ്പാണേ. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ കോടതി ഇരിക്കുന്ന ഭാഗത്ത് 2 ചെറിയ ഓല ഷെഡുകളിൽ ഈറ്റയില കൊണ്ട് മേഞ്ഞതും ഈറ്റ പൊട്ടിച്ച് ഭിത്തിയുണ്ടാക്കിയതുമായ ഒരു കെട്ടിടത്തിൽ ഈ സ്കൂൾ ആരംഭിക്കുന്നു. ഏതാണ്ട് 55 വരെ ഏതാണ്ട് ആ സ്കൂള് അവിടെ പ്രവർത്തിച്ചു. നിർഭാഗ്യവശാൽ അവിടെ ഒരു ശനിയാഴ്ച ദിവസം ഒരു കാറ്റടിച്ച് ആ 2 കെട്ടിടങ്ങളും തകർന്നു പോയി. അവിടെ നിന്ന് അപ്സര തിയേറ്ററിലേക്ക് ക്ലാസ്സുകൾ മാറുകയും ഏകദേശം 1 വർഷക്കാലത്തോളം പകല് ക്ലാസ്സും രാത്രി സിനിമയുമായി അപ്സര തിയേറ്റർ മുന്നോട്ട് നടന്നു. അതിനുശേഷമാണ് ഈ ഗവൺമെൻറ് സ്കൂളിൻ്റെ കെട്ടിടം ഇവിടെ 2 ഷെഡുകൾ പണിയുന്നത്. അപ്പോൾ ഏതാണ്ട് 53-ലാണ് ഞാൻ ആ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പോയി ചേരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ആണ് 7-ാം ക്ലാസ് പൂർത്തീകരിച്ച്, അന്ന് ഹൈസ്കൂൾ ആയിട്ടില്ല, 7-ാം ക്ലാസ് പൂർത്തീകരിച്ച് മറ്റ് തീരം പാറിക്ക് പഠിക്കാനായി പോകുന്നത്. എന്നെപ്പോലെ തന്നെയാണ് ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ പേരും. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണിത്. ഈ സ്കൂളിലാണെങ്കിൽ ഒരു പ്ലസ് ടു അനുവദിക്കാൻ ഒരു ശ്രമം നടത്താതിരുന്നത് അല്ലെങ്കിൽ അനുവദിക്കാതിരുന്നത് പ്രതീക്ഷാകാലമാണ്. അത് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ അവരെല്ലാം ഈ കാര്യം ശക്തമായി ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വിദ്യാഭ്യാസ വർഷമെങ്കിലും നമ്മുടെ സ്കൂളിൽ ഒരു +1 ക്ലാസ് ആരംഭിക്കുന്ന ക്രമീകരണം ഉണ്ടാകണമെന്നാണ് എനിക്ക് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഈ ബന്ധപ്പെട്ടവരെ അറിയിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ വേണ്ടതില്ല. ഏതാണ്ട് രാവിലെ 10 മണിക്ക് സൂചിപ്പിച്ചുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പതാകയോടെ ആരംഭിച്ച പരിപാടി, പൂർവ്വ അധ്യാപകരെ ആദരിക്കുന്ന പരിപാടി, പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടികളെല്ലാം ഏതാണ്ട് ഭംഗിയായി നടന്നു. ഇനി നമുക്ക് സമാപന സമ്മേളനവും അതിനുശേഷം പത്തനംതിട്ട ഗായകസംഘത്തിന്റെ ഗാനമേളയോട് കൂടിയാണ് ഈ പരിപാടി അവസാനിപ്പിക്കാനാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായും ഇതിനോട് പ്രത്യേക സഹകരണം അടിമാലിയെ കാണിച്ചിട്ടുണ്ട് എന്ന സന്തോഷത്തോടെ ഞാൻ അറിയിക്കട്ടെ. തീർച്ചയായും ഇത് ഭാവിയിലേക്ക് ഒരു ചുവടുവെപ്പായി 75 വർഷക്കാലം പഴക്കമുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഇവിടെ നടത്താൻ കഴിയുമെന്നുള്ളത് ഇതിന്റെ സംഘാടക സമിതികളുടെ ത്യാഗോപരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ
തുടക്കം. ഇതിന് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അടിമാലി ജാതി മതഭേദങ്ങളുടെ കൂട്ടായ്മ ഈ സ്കൂളിന്റെ സൃഷ്ടിക്കപ്പെടാൻ കഴിയണം എന്ന് മാത്രം എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസവം അവസാനിക്കുന്നു. നിങ്ങളുടെ നമസ്കാരം. തിരിപ്പോ കോതല മംഗള പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ടുപടക്കിട്ടുമൈ നാം വള്ളി കെന്തിനു പോയി അപോലെ അടുക്കല് ചരക്കല് നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ തിരിപ്പോ കോതല മംഗള പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ടുപടക്കിട്ടുമൈ നാം വള്ളി കെന്തിനു പോയി അപോലെ പൂവിൻ ചോറും വെച്ച് കുമ്പള മാംസക്കറിയുണ്ടാക്കി ഉമ്മാക്ക് പകുതി ഉപ്പാക്കു പകുതി എന്നു പറഞ്ഞ് പണ്ട് പൊട്ടിയ ചിരട്ടയിൽ ചോറു വിളമ്പി ചോളേ പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ടുവഴക്കിട്ടുമൈ തള്ളി എന്തി പോയി കരക്കല്ല് കരക്കല് കലക്കല് ഹോബി അടുപ്പത്ത് തുടുപ്പിലും കുളത്തിലും ചാടി അതു കഴിഞ്ഞതിലൊരു മുട്ടയിടുത്തി ഇറങ്ങുന്നു രാത്രി നല്ല അകലടുപടതരി ഉണ്ടയും മണ്ടയും കഴിക്കുന്ന ജോലി പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ടുവടക്കിട്ടുമൈ പോയി വടകര വളവിൽ 60 തെങ്ങ് 60 തെങ്ങിൽ 60 പൊത്ത് 60 പൊത്തിൽ 60 നത്ത് നത്തിലെ കണ്ണെത്താൻ ഇങ്ങനെ മനുഷ്യനെ കറക്കന്റെ ചോദിച്ചു പിറാന്താക്കി പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ടുവഴക്കിട്ടുമൈ നാം പള്ളി കെന്തിനു പോയി വെള്ളം കാച്ചി കുടിച്ചവരെ
കൊണ്ടു പോകുമ്പോ മാവിമ്മ മാങ്ങ പൂളും പൂളും ചുമപ്പുള്ള മാങ്ങ കൊണ്ടു പോകുമ്പോ മാവിമ്മ മാങ്ങ പാട്ടുകൾ പാടി മനുഷ്യനെ ഇട്ടവട്ടം കറിക്കിട്ട് കൊത്തി പൊത്തി ചിരിക്കണം എന്തിനു മോളെ ഹരിപ്പോം തിരിപ്പോം കോതള മങ്ക പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ടു അടക്കിട്ടു വൈകാം പള്ളി എന്തിനു പോയി ചരക്കല്ല് നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ തിരിപ്പോ കോതള മങ്ക പരിപ്പോ പന്ത്രണ്ടാനയും കുതിരയും കിട്ടു അടക്കിട്ടു വൈകാം പള്ളി എന്തിനു പോയി Thank you. ആത്മരഹസ്യങ്ങൾ പങ്കിട്ട സതീർത്ഥ്യര് കൂട്ടുകാർ, സൗഹൃദത്തിൻ്റെ ഊഷ്മളതകൾ പങ്കിട്ട കൂട്ടുകാരികൾ, അധ്യാപകരോട് വിനയത്തിൻ്റെ, ആദരവിൻ്റെ, ബഹുമാനത്തിൻ്റെ എല്ലാ ഭാഷകളും പുറത്തെടുത്ത വിദ്യാർത്ഥികൾ. നിങ്ങൾ ഓർക്കൂ, ഒരു കാലഘട്ടം, നമ്മുടെ ജീവിതത്തിൻ്റെ പൂക്കാലങ്ങൾ, നമ്മൾ ആടിപ്പാടി നടന്ന പൂക്കാലങ്ങൾ എന്നാലോചിച്ച് നോക്കി. അവിടെ നിന്നാണ് കുട്ടികൾ തിരിച്ചു വരുന്നത്. കുട്ടികൾ പച്ചിലച്ചാർത്തിൽ പറക്കും കിളികളൻ കൊച്ചു കൈത്തണ്ടിൽ കളിച്ചിരുന്നു. പൊൻപ്രഭ മിന്നുന്ന തുമ്പികൾ എൻ മുഖം ചുംബിച്ചൻ മുന്നിൽ പറന്നിരുന്നു. ആയവ ഇന്നെന്നെ കാണുമ്പോൾ പേടിച്ചു പായുന്നു, ഞാനിത്ര പാപിയെന്നോ എന്ന ആധുനിക ലോകം, ഉത്തരാധുനിക ലോകം, നമ്മുടെ ലോകം, നമ്മുടെ വർത്തമാനകാലം ലോകം ആകുലപ്പെടുന്ന ഒരു ദശാസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 4-5 കമ്പിനാൽ തീർത്ത കുടിലിൽ സ്വർഗത്തെ നിത്യവും കണ്ടിരുന്നു. പ്ലാവില കുമ്പിളിൽ പൂഴിച്ചോർ അന്നെല്ലാം പാലിലും പ്രീതിതമായിരുന്നു എന്ന് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഇങ്ങനെ വരാത്ത കുട്ടിക്കതിരവൻ അമ്പരലക്ഷ്മിതൻ പട്ടുടയാടയിൽ തൂങ്ങിടുമ്പോൾ ഇങ്ങിനി എത്താതെ പോയൊരൻ ബാല്യത്തിൻ മങ്ങിയോരാ നിഴൽ കാൺമു ഞാനും എന്ന് വിചാരിച്ചുകൊണ്ട് നനച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നോക്കൂ, എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ നാക്കിനെ വിലങ്ങിടുകയാണ്. കാരണം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ കുട്ടികളും അധ്യാപകരുമായിട്ടുള്ള ബന്ധത്തിൽ 10-21 വയസ്സിൽ ഈ ഏലിയ സാറിൻ്റെ കലാലയത്തിൽ അധ്യാപകനായി തുടങ്ങി വെച്ചതാണ്. അന്ന് തൊട്ട് ഒന്നോളം വരെ കടലിലെ തിരമാലകൾ പോലെ നിലയ്ക്കാത്ത ഓർമ്മകളുണ്ട്. എനിക്ക് ഒരിക്കലും നിലയ്ക്കാത്ത ഓർമ്മകളുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് പങ്കിടാനുള്ളത്. വായനക്കാരെ വരുവിൻ, നമ്മൾക്കൊരായിരം കൂട്ടങ്ങളില്ലേ പറയുവാൻ എന്ന് വയലാർ പറഞ്ഞതുപോലെ സമയമുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് എന്തെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ കുട്ടികളുടെ, അവർ എന്നോട് പങ്കിട്ടത്, ഞാൻ അവരോട് പങ്കിട്ടത്. 40 വർഷങ്ങൾക്ക് ശേഷവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ അങ്ങ് മലപ്പുറത്ത് നിലമ്പൂരടുത്തുള്ള ഒരു സ്കൂളിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ആദ്യമായി ഏലിയ സാറിൻ്റെ കോളേജിൽ നിന്നും ഞാൻ രാജിവെച്ച് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്ത് പോരുമ്പോൾ 40 വർഷം കൂടി ഞാൻ ചെല്ലുമ്പോൾ ആ സ്കൂളിൽ ചെന്നിറങ്ങുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന കുട്ടികൾ, അവരുടെ സ്നേഹാദരവുകൾ, സ്നേഹോഷ്മളതകൾ. നിങ്ങൾക്ക് 5 പെങ്ങന്മാരായില്ലേ മാഷേ എന്ന് 40 വർഷം കഴിയുമ്പോൾ എന്നോട് ചോദിക്കുന്ന 45-കാരി, അവരുടെ പേര്, ഇളയ പെങ്ങന്മാരുടെ പേര് ലില്ലി, ലാലി എന്നല്ലേ ചോദിക്കുന്ന മറ്റൊരു സുബൈദ. നിങ്ങൾ ഓർക്കുക, എന്തൊരു കുട്ടികളാണ് ഇന്ന് ഓർമ്മ. അവർ നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് ജോസ് ഞാഞ്ഞ എന്നല്ലേ. ഒരു കുട്ടി പോലും മറ്റ് ജാതിയിലില്ലാത്ത എല്ലാ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു പള്ളിക്കൂടത്തിൽ 2.5 വർഷം പഠിപ്പിച്ചതിൻ്റെ പരിണതി എന്നതിൽ നിന്ന് ആ കുട്ടികൾ എന്നോട് ചോദിക്കുകയാണ്, അവർ നിങ്ങളെ വിളിച്ചത് ജോസ് ഞാഞ്ഞ എന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. 40 വർഷങ്ങൾക്കപ്പുറം ഇപ്പുറം എന്തൊരു ഊഷ്മളതയാണ്. ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ പങ്കിടുക? അപ്പോൾ ഞാനിത് പറഞ്ഞു പോകുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സായങ്കാലത്ത് എനിക്ക് ഇത്തരം വൈകാരികമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ചെറിയ തോതെങ്കിലും അവസരം തന്നതിന് നന്ദിയുണ്ട് സംഘാടകരോട്. രജികുമാർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ സംഘാടകർ തീർച്ചയായിട്ടും ഹാപ്പി ഉൾപ്പെടെയുള്ളവരോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്. உணர்ச்சி கொடுத்து முகிழ்த்தவர்
ಕರವನುಳಿನ ಇನೆಯರೆ ಕಳಲನ ಕನಿಷ್ಠವ ಕದರಿ ಮನ ಮುರುಗನ ಅழைக்கவோ இதர மாதருடனே கழிக்கவோ இது தகுமோ இது முறையோ இது தர்மம் தானோ இது தகுமோ இது முறையோ இது தர்மம் தானோ குழலூதிடும் பொழுது ஆடிடும் குழைகள் போலவே மனது வேதனை நிகழ்வோடு அலைபாயுதே கண்ணா என் மனமிக அலைபாயுதே உன்னானந்த மோகன வேணுகான மனித அலைபாயுதே கண்ணா അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിലെ 87-88 ബാച്ച് 10 മണിപ്പൂക്കൾ സൗഹൃദ കൂട്ടായ്മ പുതിയൊരു തലത്തിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. നമ്മുടെ പെട്ടിമുടി ട്രൈബൽ LPS സ്കൂളിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് നമ്മളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രീതിയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും നമ്മുടെ സൗഹൃദ കൂട്ടായ്മ പലതല്ലാതെ ഇടപെടുകയും നമ്മുടെ സ്കൂളിൻ്റെ 75ാമത് വാർഷിക ദിനത്തിൽ വർഷദിനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിച്ച് ഒരു കൂട്ടായ്മയാണ് 10 മണിപ്പൂക്കൾ. അതിൻ്റെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം ഇന്ന് ബഹുമാനപ്പെട്ട അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിക്കുകയും നമ്മളെ ലഹരി വിമോചന വിരുദ്ധ ക്ലാസ് KD മണിയൻ മുരിക്കാശ്ശേരി SI നിർവഹിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു സൗഹൃദ കൂട്ടായ്മയിൽ 87-88 ബാച്ച് മറ്റൊരു സാമൂഹിക പ്രവർത്തനത്തിൽ കൂടി കടന്ന ഈ ഘട്ടത്തിൽ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിലും ഇതിന് പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് അതീവ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ ഇനിയും സാമൂഹിക നന്മയ്ക്ക് ഈ 10 മണിപ്പൂക്കളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു.